ഒരു മനോഹരമായ സന്ധ്യാസമയവും തണുത്ത കാറ്റുമൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പല്ലാവൂരിലെ വാമല മുരുകൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ. ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള പാലക്കാടിലെ ഒരു ലൊക്കേഷൻ, അതാണ് ഈ പല്ലാവൂരിലെ വാമല. എന്നാൽ അതിൻ്റേതായിട്ടുള്ള തിരക്കൊന്നുമില്ലാത്ത നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. വേനൽക്കാലമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ല് ഈ പാറപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്നതാണ് ഞാനിവിടെ ആദ്യം വന്നപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് ആ അമ്പലത്തിനെയും അടുത്തുള്ള ആ പൂമരത്തിനെയും കാണാൻ സാധിക്കും. സന്ധ്യാസമയത്ത് ഇവിടുത്തെ മനോഹാരിത കുറച്ചുകൂടി കൂടിയ പോലെ തോന്നും. അമ്പലം ഇപ്പോൾ തുറന്നിരിക്കുന്ന സമയമാണ്. രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 5 മുതൽ 7 വരെയാണ് ദർശന സമയം. ഇവിടെ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ട്. ഇതേപോലെ DSLR ഒക്കെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കാണും. ഫാമിലി ആയിട്ട് ഈവനിങ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അമ്പലവും പരിസരവും കൂടാതെ ഈ പൂത്തു നിൽക്കുന്ന അരളിമരവും എല്ലാം സൂര്യ വെളിച്ചത്തിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. അതിനോടൊപ്പം വരുന്ന ഈ പാലക്കാടൻ കാറ്റ് ഇവിടുത്തെ മനോഹാരിത കുറച്ചുകൂടി എടുത്തു കാണിക്കുന്നു. പല്ലാവൂരിൽ നിന്ന് കൊല്ലങ്കോട്ടിലേക്ക് 11 കിലോമീറ്ററുണ്ട്. പാലക്കാടിൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രാമീണ മനോഹാരിത ഇവിടെ പല്ലാവൂരിലും നമുക്ക് നിറഞ്ഞു കാണാൻ സാധിക്കും. പല്ലാവൂരിൻ്റെ മനോഹരമായൊരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയായി നെല്ലിയാമ്പതി മലകളുമുണ്ട്. ഇവിടെ അമ്പലത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് പാറപ്പുറത്തൊക്കെ ഇരുന്ന് സൺസെറ്റ് കാണാനുള്ളൊരു സ്പോട്ടുണ്ട്. അങ്ങോട്ട് നീക്കാം. അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടൊരു വലിയ വാട്ടർ ടാങ്ക് കാണാം. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് വാമലയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് എടുത്തു കാണുന്നത്. ഇനി സൺസെറ്റ് കാണുന്ന സ്പോട്ടിലേക്ക് നീങ്ങാം. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ സൺസെറ്റ് കാണുന്നത് വളരെ മനോഹരമായി തോന്നും. അമ്പലത്തിലെ പാട്ടും അതേപോലെ കാറ്റുമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം സൺസെറ്റ് നോക്കിയിരിക്കുക. കടുത്ത ചൂടുള്ള വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാലും ഈ സമയത്ത് ഈ കാറ്റ് വളരെ കുളിർമയുള്ളതാണ്. സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായി കാണാം.